ഇല്ല. ബസ് വളയ്ക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. എറണാകുളം ചോറ്റാനിക്കരയിൽ പീഡനത്തിനിരയായ പോക്സോ കേസ് അതിജീവിത മരിച്ചു. ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന പെൺകുട്ടി മരുന്നുകളോട് പ്രതികരിക്കുന്നില്ലായിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സംസ്കാരം നാളെ നടക്കും. പ്രതി അനൂപിനെതിരെ കൊലക്കുറ്റം ചുമത്തും. 6 ദിവസമായി സ്വകാര്യ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലായിരുന്നു പെൺകുട്ടി. ഉച്ചയോടെയാണ് മരണത്തിന് കീഴടങ്ങിയത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് മുൻ സുഹൃത്തിന്റെ അതിക്രൂര മർദ്ദനത്തിന് 19-കാരി ഇരയായത്. വീടിനുള്ളിൽ കഴുത്തിൽ കയർ മുറുകി പരിക്കേറ്റ നിലയിലും കയ്യിൽ മുറിവേറ്റ നിലയിലുമാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു പ്രതി അനൂപിനെ പിടികൂടിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം പ്രതിക്കെതിരെ ചുമത്തിയ വകുപ്പുകളിൽ മാറ്റം വരുത്തുന്നത് തീരുമാനിക്കുമെന്ന് ചോറ്റാനിക്കര CI KN മനോജ് പറഞ്ഞു. അത് പോസ്റ്റ്മോർട്ടത്തിന് ബേസ് ചെയ്ത് മാത്രം ഡോക്ടറിന്റെ സ്റ്റേറ്റ്മെന്റ് ഡിപെൻഡ് ചെയ്ത് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. ബാക്കി ഇൻക്വസ്റ്റിന് ശേഷം ഇന്ന് തന്നെ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഇന്ന് ഫ്രീസ്റ്ററിൽ വെച്ചിട്ട് ഇപ്പോൾ ഇൻക്വസ്റ്റ് ആണ്, ഏകദേശം 1.5 മണിക്കൂർ ഇൻക്വസ്റ്റ് പ്രോസസ്സാണ്. അതിനുശേഷം മാത്രമേ പോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യം പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടുത്തെ എല്ലാം മിക്കവാറും മെഡിക്കൽ കോളേജിലോട്ടാണ് പോസ്റ്റ്മോർട്ടം മെഡിക്കൽ കോളേജിൽ നടത്തുള്ളൂ. ഫ്രീസ്റ്ററിലോട്ട് മാറ്റും. മാത്രം അത്രേ ഉള്ളൂ. ഡോക്ടറിന്റെ സ്റ്റേറ്റ്മെന്റ്. തലയോലപ്പറമ്പ് സ്വദേശി അനൂപുമായി ഇൻസ്റ്റഗ്രാമിലൂടെ 1 വർഷത്തോളമായി സൗഹൃദത്തിലായിരുന്നു പെൺകുട്ടി. മറ്റൊരാൺ സുഹൃത്തുമായി ബന്ധമുണ്ടെന്ന് സംശയിച്ചാണ് പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചതെന്നതാണ് പ്രതിയുടെ മൊഴി. വാക്കുതർക്കത്തിനൊടുവിൽ ആദ്യം പെൺകുട്ടിയുടെ തല ഭിത്തിയിലിടിച്ചും പിന്നീട് ശ്വാസം മുട്ടിച്ചും കൊലപ്പെടുത്താൻ പ്രതി ശ്രമിച്ചു. ക്രൂര പീഡനത്തിനൊടുവിലാണ് പെൺകുട്ടി ജീവനൊടുക്കാൻ ശ്രമിച്ചത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി. ലഹരിക്കടിമയായ ഒരു വ്യക്തിയുടെ ആണധികാരത്തിന്റെ ഹുങ്ക് കാണിച്ചുകൊണ്ടുള്ള അതിക്രമത്തിന്റെ ഫലമാണ് ചോറ്റാനിക്കരയിലെ അതിജീവിതയുടെ മരണമെന്നും ഈ വിഷയത്തിൽ വനിതാ കമ്മീഷൻ ഉടൻ തന്നെ റിപ്പോർട്ട് തേടുമെന്നും സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. പോക്സോ കേസുകളിലെ